പാലക്കാട്ടേക്ക് വരുമ്പോൾ കണ്ട ആദ്യത്തെ ഫ്ലക്സ് എന്ന് പറയുന്നത് എൻഡിഎയുടെ ഒരു ഫ്ലക്സ് ആയിരുന്നു. മടുത്തു വിവാദ രാഷ്ട്രീയം, നമുക്ക് വികസനം സംസാരിക്കാം എന്നും പറഞ്ഞാണ് തുടങ്ങിയത്. മാറാത്തത് മാറുമെന്ന്. ഒന്നും മാറിയിട്ടില്ല. വികസനത്തെ കുറിച്ച് ഒന്നും പറയാനില്ല. എങ്ങനെ വിവാദമുണ്ടാക്കാം, എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളത് മാത്രം നോക്കിയാണ് ഇരിക്കുന്നത്. വളരെ മാന്യമായി, ഏറ്റവും കൃത്യമായി, ആരെയും മോശം പറയാതെ പ്രചരണം നടത്തിക്കൊണ്ടിരുന്ന എന്നെ വഴിയിൽ തടയുകയും, തടഞ്ഞതൊരു സ്ത്രീയാണ് എന്ന കാരണം കൊണ്ട് മറുപടി ഒരു അക്ഷരം മിണ്ടാതെ കൈ പുറകിട്ട് നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ഞാൻ പോവുകയും ചെയ്ത ശേഷവും ഒന്നും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ പഴയ കാര്യങ്ങൾ, അതുവരെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന കാര്യങ്ങൾ എടുത്തു വന്നുവെന്ന് ഞാൻ സ്ത്രീ വിദ്വേഷ പരാമർശം നടത്തിയെന്നും പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഒരു കേസാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മലയാളികൾക്കും മനസ്സിലാകും ഇത് ഒരു 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 കെട്ടിച്ചമച്ച കേസ് എന്നുള്ളതിനപ്പുറം ഇതിനകത്ത് ഒന്നും തന്നെ ഇല്ല. എങ്ങനെയാണ് ഞാൻ എല്ലാ മാധ്യമങ്ങളുടെയും മുന്നിൽ പബ്ലിക് ഡൊമൈനിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അന്നേ ദിവസം അന്നേ ദിവസം രഞ്ജേട്ടൻ അറസ്റ്റ് ചെയ്യപ്പെട്ട ദിവസമാണ്. ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു, തെളിവെടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചൂഷണം ചെയ്യപ്പെട്ടവർക്ക് നീതി കിട്ടണം, കുറ്റം ചെയ്തവർക്ക് ശിക്ഷ കിട്ടണം, എപ്പോഴും ഇരകളോടൊപ്പം തന്നെയാണ്, അതാണ് എൻ്റെ നിലപാട് എന്ന് പറഞ്ഞു. ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് ചോദിച്ചു, അല്ല അത് സിനിമ ഫീൽഡിൽ തന്നെ ഉള്ള ആളല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരേ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഓരോ വ്യക്തികൾ ചെയ്യുന്ന കാര്യത്തിനും ഞാൻ അഭിപ്രായം പറയേണ്ടതുണ്ടോ എന്നെനിക്കറിയില്ല. അതാണ് വാചകം. ഞാൻ അഭിപ്രായം പറയേണ്ടതുണ്ടോ എന്നെനിക്കറിയില്ല എന്നുള്ളതാണ് വാചകം. അതിലൊന്നും അങ്ങനെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതായി യാതൊന്നും തന്നെ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, മറ്റൊന്നും കിട്ടാതിരിക്കുന്നത് കൊണ്ട് നിരന്തരമായി എന്നെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല